CPM-ന് ദേശീയ പാർട്ടി പദവി നഷ്ടമാകുമോ? AK ബാലൻ സഖാവിന്റെ മുന്നറിയിപ്പ് MV ഗോവിന്ദനും പിണറായി വിജയനും ഓരോ സഖാക്കന്മാർക്കും അണികൾക്കും ഉള്ളത് തന്നെയാണെന്ന് വ്യക്തം. ഈനാമ്പേച്ചിയോ എലിപ്പെട്ടിയോ കിട്ടുമോ? ബാലന്റെ മുന്നറിയിപ്പ് CPM-ന് ദേശീയ നിലനിൽപ്പ് പ്രശ്നമാണോ? ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. മാത്രവുമല്ല, ചെറിയാൻ ഫിലിപ്പും ചില സൂചനകൾ മുള്ളും മുനയും വെച്ച് മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതായത് CPM-ന്റെ മുഖത്ത് നോക്കി ചിലതൊക്കെ ചെറിയാൻ ഫിലിപ്പും പറഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തം. അതായത് CPM ചിഹ്നമായ അരിവാൾ ചുറ്റിക എന്നിവ മനുഷ്യന്റെ തലയറുത്തും തലക്കടിച്ചും കൊല്ലുന്ന മാരകായുധങ്ങളായാണ് പുതിയ തലമുറ കാണുന്നതെന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറയുന്നത്. അരിവാൾ കർഷക തൊഴിലാളിയുടെയും ചുറ്റിക വ്യവസായ തൊഴിലാളിയുടെയും മുഖ്യ പണിയായുധമായിരുന്ന കാലം ഏറെക്കുറെ അസ്തമിച്ചു. കേരളത്തിന് പുറത്ത് ചുവപ്പ് കൊടി കാണുന്നത് അപകടത്തിലായ റോഡിന്റെയോ പാലത്തിന്റെയോ സമീപം തലയോട്ട് ചിത്രമുള്ള ബോർഡിനൊപ്പം മാത്രമാണ്. ദേശീയ കക്ഷി പദവി നഷ്ടപ്പെടുമ്പോൾ കാലഹരണപ്പെട്ട ചിഹ്നവും കൊടിയും നഷ്ടപ്പെടുന്നതിൽ CPM നേതാക്കൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നുകം വെച്ച കാള, പശുവും കിടാവും എന്നീ ചിഹ്നങ്ങൾക്ക് പകരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മനുഷ്യന്റെ കർമ്മത്തിന്റെ പ്രതീകമായ കൈപ്പത്തി ചിഹ്നമായി തിരഞ്ഞെടുത്തത്. AK ബാലൻ പറഞ്ഞതുപോലെ ഈനാമ്പേച്ചിയോ മരപ്പട്ടിയോ ചിഹ്നമായി CPM-ന് തിരഞ്ഞെടുക്കാമെന്നാണ് ചെറിയാൻ ഫിലിപ്പ് വിമർശിച്ചത്. ഇതിനിടയിലാണ് മാധ്യമങ്ങളും ഈ വിഷയം ചർച്ചയാക്കിയിരിക്കുന്നത്. CPM-ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. നിശ്ചിത ശതമാനം വോട്ടോ MPമാരെയോ നേടാനായില്ലെങ്കിൽ അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിന് പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തരുന്ന ഏതെങ്കിലും ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമെന്ന CPM നേതാവ് AK ബാലന്റെ പ്രസംഗത്തിൽ ഈ മുന്നറിയിപ്പാണുള്ളത്. മികച്ച പ്രകടനം കാഴ്ചവച്ചില്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി CPM-ന് നഷ്ടപ്പെടും. 2004-ൽ 43 MPമാരുണ്ടായിരുന്ന CPM-ന് ഇപ്പോഴുള്ളത് 3 MPമാർ മാത്രം. ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ഭരണമുണ്ടായിരുന്ന പാർട്ടിക്ക് നിലവിൽ ഭരണം കേരളത്തിൽ മാത്രം. ഏറെ പ്രതീക്ഷയുള്ള കേരളത്തിൽ പരമാവധി നേട്ടമുണ്ടാക്കാനാണ് CPM-ന്റെ ശ്രമം. ദേശീയ പാർട്ടി സ്ഥാനം നിലനിർത്തണമെങ്കിൽ 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 പേരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചെടുക്കുകയോ 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി സ്ഥാനമോ വേണം. 11 പേരെ വിജയിപ്പിച്ചെടുക്കാൻ കേരളത്തിലാണ് പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കേരളത്തിലാണ് സാഹചര്യങ്ങൾ അനുകൂലവും. കഴിഞ്ഞ തവണ ആലപ്പുഴ സീറ്റ് മാത്രമാണ് CPM-ന് ലഭിച്ചത്. ഇത്തവണ കൂടുതൽ സീറ്റ് ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. 15 സീറ്റുകളിലാണ് CPM മത്സരിക്കുന്നത്. ആറ്റിങ്ങൽ, പത്തനംതിട്ട, ചാലക്കുടി, ആലത്തൂർ, പാലക്കാട്, വടകര, കണ്ണൂർ, ആലപ്പുഴ സീറ്റുകളിലാണ് കൂടുതൽ പ്രതീക്ഷ. പ്രമുഖ നേതാക്കളെയാണ് മത്സര രംഗത്തിറക്കിയിരിക്കുന്നത്. PB അംഗം, മന്ത്രി, 3 MLA-മാർ, 3 ജില്ലാ സെക്രട്ടറിമാർ എന്നിവർ മത്സര രംഗത്തുണ്ട്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലെയും പൊന്നാനിയിലെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ CPM ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. പരമാവധി സീറ്റുകൾ നേടാനാണിത്. 3 സംസ്ഥാനങ്ങളിൽ നിന്ന് 11 MPമാരെ കിട്ടാൻ കേരളത്തിൽ നിന്ന് കുറഞ്ഞത് 8 MPമാരെയെങ്കിലും ലഭിക്കണം. തമിഴ്നാട്ടിൽ DMK പിന്തുണയോടെ 2 സീറ്റിലാണ് മത്സരിക്കുന്നത്. ഈ 2 സീറ്റിലും വിജയ സാധ്യതയുണ്ട്. മൂന്നാമതൊരു സംസ്ഥാനത്തു നിന്നും 1 സീറ്റ് കൂടി CPM നേടണം. കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടക കക്ഷികളുടെയും സഹായമില്ലാതെ ഇത് നടക്കാനിടയില്ല. 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി അംഗീകാരമുണ്ടെങ്കിൽ ദേശീയ പാർട്ടി പദവി നിലനിർത്താം. ഇതിനായി പോൾ ചെയ്ത വോട്ടിൽ 6% നേടണം. അല്ലെങ്കിൽ 25 MLA-മാർക്ക് ഒരു പാർലമെന്റ് അംഗം ഉണ്ടാകണം. കേരളത്തിലും തമിഴ്നാട്ടിലും ത്രിപുരയിലും ഈ മാനദണ്ഡങ്ങൾ പാലിക്കാനാകുമെന്നാണ് പാർട്ടിയുടെ വിശ്വാസം. ഒരു സംസ്ഥാനത്ത് കൂടി ഇതേ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടണം. അല്ലെങ്കിൽ AK ബാലൻ പറഞ്ഞതുപോലെ പാർട്ടി പ്രതിസന്ധിയിലാകും. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM മത്സരിച്ചത് 71 സീറ്റിലാണ്. ജയിച്ചത് ആകെ 3 സീറ്റിൽ. കേരളത്തിൽ 1 സീറ്റും തമിഴ്നാട്ടിൽ 2 സീറ്റും. ബംഗാളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റും ലഭിച്ചില്ല. 2004-ന് മുൻപ് ശരാശരി 30 സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞ പാർട്ടിയാണ് 3ലേക്ക് ചുരുങ്ങിയത്. 1952-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർലമെന്റിൽ ഉണ്ടായിരുന്നത് 16 സീറ്റ്. 1998-ൽ CPM-ന് 32 MPമാരുണ്ടായിരുന്നു. 2004-ൽ 43 സീറ്റ് ലഭിച്ചതോടെ ഒന്നാം UPA സർക്കാരിൽ നിർണായക ശക്തിയായി. 2009-ൽ CPM-ന് ലഭിച്ചത് 16 സീറ്റ്. 2014-ൽ 9 സീറ്റായും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 3 സീറ്റായും ചുരുങ്ങി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ CPക്ക് ലഭിച്ചത് ആകെ 2 സീറ്റ്. ചിഹ്ന പ്രശ്നം മറ്റു മുന്നണികളെയും ബാധിച്ചിട്ടുണ്ട്. കോട്ടയത്ത് മത്സരിക്കുന്നത് 2 കേരള കോൺഗ്രസുകളാണ്. UDF-ന്റെ ഭാഗമായ PJ ജോസഫ് വിഭാഗവും ഇടതുമുന്നണിയുടെ ഭാഗമായ ജോസ് കെ മാണി വിഭാഗവും തമ്മിലാണ് മത്സരം. പാർട്ടി ചിഹ്നമായ 2-ല ജോസ് കെ മാണി വിഭാഗം സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനാണ്. എതിരാളി K ഫ്രാൻസിസ് ജോർജിന് ചിഹ്നം ലഭിച്ചിട്ടില്ല. ചിഹ്നമില്ലാതെയാണ് ചുവരെഴുത്ത്. ജനങ്ങൾ തിരിച്ചറിയുന്ന ചിഹ്നമില്ലാതെ മത്സരിച്ചാലുള്ള ഗതി രാഷ്ട്രീയ പാർട്ടികൾക്ക് നന്നായി അറിയുകയും ചെയ്യാം. AK ബാലന്റെ മുന്നറിയിപ്പ് ഇതെല്ലാം മുൻകൂട്ടി കണ്ടെന്ന് വ്യക്തം. AK ബാലൻ പറഞ്ഞത് ഇടതുപക്ഷത്തിന് ഔപചാരിക ചിഹ്നമുണ്ട്, അരിവാൾ ചുറ്റിക നക്ഷത്രം. അത് സംരക്ഷിക്കണമെങ്കിൽ നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ നിശ്ചിത എണ്ണം MPമാരുണ്ടാകണം. അതില്ലെങ്കിലോ സ്വതന്ത്ര പാർട്ടിയുടെ പരിഗണന മാത്രമേ കിട്ടൂ. നമ്മുടെ അംഗീകാരം നഷ്ടമായാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇഷ്ടമുള്ള ചിഹ്നമായിരിക്കും തരുന്നത്. മര്യാദയ്ക്കുള്ള ചിഹ്നമൊക്കെ അവർ അനുവദിച്ചു കഴിഞ്ഞു. നമുക്ക് ഈനാമ്പേച്ചിയോ എലിപ്പെട്ടിയോ ലഭിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഏതായാലും ഇതിന് പിന്നാലെയാണ് സജീവ ചർച്ചകളും തുടങ്ങിയിരിക്കുന്നത്.